ഇതുപോലുള്ള പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനസിക രോഗമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യം നിഷേധിക്കണമെന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ലോജിക്ക് എന്തായിരിക്കും? ക്ലാസ് കട്ടടിച്ച് നിന്ന ബയോളജിസ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ബ്രെയിൻ വർക്കിംഗ് ആണ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് സിസ്റ്റം പോലെയാണ്. അതായത് ഒരുപാട് വരുന്ന റീജിയൻസ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് സിസ്റ്റം. അതിൽ ഒരുപാട് സിഗ്നൽസ് വരും, ഒരുപാട് സ്റ്റിമുലേഷൻസ് വരും. ഈ എല്ലാ സ്റ്റിമുലേഷനും സിഗ്നൽസും ഒക്കെ വാല്യുവേറ്റ് ചെയ്തിട്ട് അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്ന പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന മെയിൻ ഏരിയയുള്ള ഒരു ബ്രെയിൻ സിസ്റ്റമാണ് നമുക്കുള്ളത്. ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ പറയുന്ന ലോജിക്ക് പറയുന്ന സാധനം, സോഷ്യൽ അവയർനെസ് ഉള്ളത്, ഒരു പ്രവൃത്തി നമ്മൾ ചെയ്താൽ വരാൻ പോകുന്ന കോൺസിക്വൻസസ് എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ബ്രെയിൻ ഏരിയയാണ് അടുത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന ഡിസിഷൻ എടുക്കുന്ന പാർട്ട്. ഇദ്ദേഹം പറയുന്ന പോസ്റ്റെൻഡൽ ഗൈറസ് ഓൾറെഡി ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റുന്നത് ഫ്യൂസിഫോം ഗൈറസിനാണ്. ഈ ഫ്യൂസിഫോം ഗൈറസ് ഇതേപോലെ മുന്നിൽ നിൽക്കുന്ന ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആണെന്ന് വന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് അത് അംഗീകരിച്ച് കൊടുക്കില്ല. കാരണം അതൊരു സെൻസേഷൻ ഫീലാണ്. വാട്ട് യു ഫീൽ എന്ന സിഗ്നൽ കൊടുക്കുന്നതാണ്. വാട്ട് യു ഫീൽ എന്നതിന് വാട്ട് യു വാണ്ട് ടു ഡു എന്നുള്ളത് അല്ല അർത്ഥം. എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് വന്ന് പറയുന്നു. പക്ഷേ ആ സമയത്ത് നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് അതിൻ്റെ ലോജിക്ക് ഉപയോഗിച്ച്, സോഷ്യൽ അവയർനെസ് ഉപയോഗിച്ചിട്ട് മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ സെക്ഷൽ ഒബ്ജക്റ്റായിട്ട് കാണുന്നത് ലോജിക്കാണോ, അത് ശരിയാണോ, അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കോൺസിക്വൻസ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന പോസ്റ്റെൻഡൽ ഗൈറസ് വന്നിട്ടൊരു സിഗ്നൽ തന്നാൽ അത് ഡിസൈഡ് ചെയ്യില്ല ഒരിക്കലും. അതിന് പ്രീഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ സമ്മതം കിട്ടണം. എന്നാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അപ്പോൾ ഈ പോസ്റ്റെൻഡൽ ഗൈറസ് ഇങ്ങനെ ഒരു സെൻസേഷൻ സിഗ്നൽ തരും. ആ സെൻസേഷൻ സിഗ്നൽ അത് ഡിസൈഡ് ചെയ്യും. അതുകൊണ്ടാണ് സ്ത്രീയെ ഒബ്ജക്റ്റായിട്ട് കാണുന്നത് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഇല്ലോജിക്കാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഒരു റേപ്പിസ്റ്റിന്റെ മനോഭാവം എടുത്ത് നോക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ റേപ്പിസ്റ്റിന്റെ ലോജിക്കിൽ എന്തായിരിക്കും? സ്ത്രീ എന്ന് പറയുന്നത് പുരുഷനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ട് കാണാനുള്ള അവകാശമുള്ള പോലെ ആയിരിക്കും അവർ വിചാരിച്ച് വെക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ പോസ്റ്റെൻഡൽ ഗൈറസ് വന്നിട്ട് സെക്ഷൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇവരത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും. കാരണം ഇവരുടെ ലോജിക്കിൽ അങ്ങനെയാണ്. ഇനി അതല്ല, പോസ്റ്റെൻഡൽ ഗൈറസ് വന്ന് പറയുന്നത് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിന് ഡാമേജ് ഉണ്ടെന്ന് അർത്ഥം. അതായത് നമുക്ക് പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് അല്ലെങ്കിൽ മാനസികമായിട്ട് പ്രശ്നമുള്ള വ്യക്തി ഇവരൊക്കെ സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തോ പോയിട്ട് മെഡിക്കേഷൻസ് എടുത്തിട്ട് അത് മാറ്റാൻ ശ്രമിക്കാൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മെന്റൽ അസൈലത്തിൽ ഇടാണ് വേണ്ടത്. അല്ലാതെ ബ്രെയിനിൽ നടക്കുന്ന ഒരു പാർഷ്യൽ ബയോളജി, അതായത് ഒരു കഷ്ണം ബയോളജി മാത്രം പറഞ്ഞിട്ട് ഇത് പ്യൂർ ബയോളജിയാണ്, പ്യൂർ സയൻസ് ആണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചിട്ട് റേപ്പിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാണ് ഇദ്ദേഹം ചെയ്യുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ മനോഭാവം എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും.